ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നിൽക്കുമെന്ന് നോക്കണ്ട. രാവിലെ 5 മണിയായപ്പോൾ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. ഇന്നാണ് നമുക്ക് അഡ്മിറ്റ് ആവേണ്ട ദിവസം. അപ്പോൾ 5 മണിക്ക് എണീറ്റിട്ട് ലൈറ്റായിട്ട് ബെന്നും ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, കുളി കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റി, മുടിയൊന്നും കെട്ടിയിട്ടില്ല. എല്ലാവരും നീക്കണേ ഉള്ളൂ, അമ്മയും ഞാനും മാത്രമേ നീറ്റിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തോടു കൂടെ ഈ ഒരു പ്രഗ്നൻസി ജേണി ഇങ്ങനെ തീരുകയാണ്. പേടിയുണ്ടോയെന്ന് വെച്ചാൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്, പിന്നെ ചെറിയ ടെൻഷനുണ്ട്. ഒന്നാമത് ആദ്യത്തെ പോലെ അല്ലല്ലോ, അപ്പോൾ ആദ്യം കൂടെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയാവും എങ്ങനെയൊക്കെയാവും എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് കുറേ ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ഷുഗർ ഉണ്ട്. പിന്നെ ഓൾറെഡി ഡിസ്കിനൊരു ചെറിയ ബൾജുണ്ട്, ഇഞ്ചക്ഷൻ വെക്കുന്ന കാര്യം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യലൊക്കെ നേരത്തെ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടൊന്നും വണ്ടിക്ക് വെച്ചിട്ടില്ല. കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കേട്ടോ, സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൽ മൊത്തം വെള്ളവും ബെഡ് കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി, ഇന്നലെ വൈകുന്നേരം തന്നെ റെഡിയാക്കി വെച്ചു. ഇതൊക്കെ വണ്ടിക്ക് എടുത്ത് വെക്കണം. പിന്നെ അങ്ങനെ ഓരോരുത്തരും നീറ്റ് റെഡി ആവണേ ഉള്ളൂ. ആരും നീറ്റില്ല, ഞാനും അമ്മയും മാത്രമേ നീറ്റുള്ളൂ. പിന്നെ എല്ലാവരും നീറ്റ് കുടിച്ച് ചായ കുടിച്ചിറങ്ങുകയാണ്. ഭക്ഷണം പിന്നെ ഇവർ അവിടെ നിന്ന് കഴിക്കുകയായിരിക്കും. എനിക്ക് പിന്നെ ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റുമോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇറങ്ങുമ്പോൾ കാണാം. അമ്മേന്റെ കുഞ്ഞു ബേബി എവിടേക്കാ? അരിപ്പൊന്നെ അയ്യോടാ, ഫോണും ബാഗൊക്കെ ഇട്ട് എവിടെ പോവാ? പറഞ്ഞു തരും, ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നോക്കൂ. സുന്ദരനായ നോക്കട്ടെ കുളിച്ചിട്ട്. ഏത് ചെരുപ്പായിരുന്നു? പുതിയ ചെരുപ്പാ? ഐസ് വണ്ടിയിൽ സാധനങ്ങൾ കൊള്ളണില്ല. അപ്പം അതിനകത്തുള്ള സാധനമൊക്കെ എടുത്ത് കുത്തി നിറയ്ക്കാൻ പോവാ നമ്മൾ. ആദ്യമായിട്ട് ഇവിടെ കുളിച്ച് സുന്ദരനായി റെഡി ആയിരുന്നു അല്ലേ? നോക്കട്ടെ ഏട്ടാ, ഏട്ടാ അരിയേട്ടാ, ഇവിടെ നോക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങുകയാണ്. അതിന് സ്കൂട്ടി കൊണ്ട് പോയി. ഞങ്ങൾ കാറിലാണ്. അമ്മ, ഞാൻ, ഏട്ടൻ, ആദി, ആരും ഉണ്ട്. പിന്നെ അച്ഛനും അമ്മയും അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 8:30 എത്തും. അപ്പോൾ അതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. 8 മണിക്കാണ് എത്താൻ പറഞ്ഞത്. നമ്മളൊരു 8:10 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് ലേബർ റൂമിലേക്ക് ചെല്ലാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ആദ്യം അമ്മയൊക്കെ ഇരിക്കുന്നു. നമ്മൾ ബാഗും കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അപ്പം ആവശ്യമുള്ള ഫയലും കുറച്ച് സാധനങ്ങൾ മാത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ ആദ്യക്കുട്ടിനോട് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇനി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തേക്ക് വിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എപ്പോഴാണ് ചെയ്യുക അതൊന്നും പറഞ്ഞിട്ടില്ല. രാവിലെ എത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ലേബർ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഞാനവിടെ ചെന്ന് ജസ്റ്റ് ഫയലും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവർ BP നോക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ മാഡത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പുറത്ത് പോയിട്ട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞു. ജസ്റ്റ് എല്ലാവരുടെ അടുത്തുനിന്ന് കണ്ട് സംസാരിച്ചൊക്കെ വന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് കേട്ടപ്പോൾ പുറത്ത് വന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ മുടഞ്ഞിട്ടിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഗോൾഡൊക്കെ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഫാൻസി ഇട്ടുണ്ടായിരുന്നു. ഈ ടൈമിലൊക്കെ ഞാൻ അകത്താണ് കേട്ടോ. അത് അപ്പോഴേക്കും അവിടുന്ന് ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊരു 9 മണി 9:30 ആയപ്പോഴേക്കും എന്നെ OTയിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴേക്കും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കത്തീറ്റർ ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ECG എടുക്കലെല്ലാം. അത് കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടിന് എന്തൊക്കെയോ സംസാരിക്കേണ്ടത് എൻ്റെ അടുത്ത്. ഇരിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ പറയേണ്ടതെന്ന് അറിയില്ല. അവൻ കുറേ സംശയം ചോദിക്കുന്നുണ്ട്. കുമ്പ കയറിയോ എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്.
ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എന്തൊക്കെയോ ക്ലിപ്പുകൾ എടുത്ത് വെച്ചാണ്. എനിക്ക് വലിയ ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് എന്നെ അങ്ങനെ ഊട്ടിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. എല്ലാവരും സംസാരിച്ച് കാണുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ വേദനയോ കാര്യങ്ങളൊന്നും വന്നിട്ടല്ല കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഇനി അവിടെ ചെന്നിട്ടുള്ള ഇഞ്ചക്ഷൻ വെക്കൽ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കൂളായിട്ട് പോയി. അപ്പോൾ അതാ 10:18 കേട്ടോ കുട്ടീനെ എടുത്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആദ്യക്കൂട്ടൻ്റെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ നേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഡിസ്ചാർജൊക്കെ ആയി വന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ കാണുന്നത്. ആദ്യക്കൂട്ടൻ കുറേ നേരം കുട്ടീനെ എടുത്തു കളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ ആദ്യക്കൂട്ടൻ്റെ കുഞ്ഞു ബേബീൻ്റെയും. പിന്നെ അങ്ങനെ ഞാനും LSCസിൻ്റെ സമയത്തൊന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബോധം ഇല്ലാതെയൊന്നും ആയിരുന്നില്ല. കാരണം ഫസ്റ്റത്തേന് എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഫുള്ളായിട്ട് ഉറക്കത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഓപ്പിയിൽ കിടക്കുമ്പോഴെങ്ങാണ്ടാണ് കണ്ണു തുറക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഇവർ ചെയ്യണതും കാര്യങ്ങളും കുട്ടീനെ കാണലും എല്ലാം ആ ടൈമിലൊക്കെ ഞാൻ അതായത് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് എന്നെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നതാട്ടോ അവർക്ക്. അപ്പം ഗൈസ് എല്ലാം കഴിഞ്ഞു. എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം ഷടപടിയായിരുന്നു. 2 സൈഡൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. എന്തിനൊക്കെയോ ഓടിയത് ടെൻഷനായിട്ട് കയ്യൊന്നും ഫോണൊന്നും എടുക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യം കുട്ടീനെയും കൊണ്ടുവന്നു, പിന്നെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു, പിന്നെ ആദ്യൻ്റെ അടുത്ത് കൊടുത്തു. ഞങ്ങൾക്കൊക്കെ ഫോട്ടോസ് എടുക്കാൻ കാണാനൊക്കെ സമയം തന്നു. പിന്നെ ഒരു ഉള്ളിൽ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ പാല് കുടിക്കാൻ തന്നു. പാല് കുടിക്കാൻ കൊണ്ടുപോയി. അതിൻ്റെ അത് ആൾ തന്നെയാണ്, നല്ല മടിച്ചാണ് ആള്. പാല് കുടിക്കണമൊന്നുമില്ല, നടന്നുറങ്ങാണ്. അശ്വതിൻ്റെ കാര്യങ്ങൾ അശ്വതിച്ച് നമുക്കൊന്ന് കാണിച്ചു തന്നു കേട്ടോ. കാണിച്ചു തന്നവൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പാല് കുടിക്കാൻ കൊണ്ടപ്പോഴും കുഴപ്പമൊന്നുമില്ല. കിടക്കുന്നതാണ്. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് LSCS ആണ്. അപ്പോൾ നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ റൂമിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം ഞങ്ങളിതൊന്നും കഴിക്കാൻ വന്നതാണ്. രാവിലത്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാൻ വന്നതായിരുന്നു. ഉച്ച കഴിഞ്ഞ സമയം. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതായി. അതെ, ഇനി റൂമിൽ തന്നെ എടുക്കാം. അല്ലെങ്കിൽ കുട്ടിയുടെ കൈ കിട്ടും എടുക്കാം. എന്നാ എൻ്റെ ആദൂസിനെ കിട്ടി നിനക്ക്? എങ്ങനെയുണ്ട് ആദൂസിനെ കാണാൻ? രസമുണ്ടോ? എന്താ പറഞ്ഞു, കരഞ്ഞോ ആദൂസ്? നീ എടുത്തോ? എന്നിട്ട് പിന്നെന്താ പറഞ്ഞ ആദൂസ്? ഞാനായിരുന്നു അമ്മേനെ കൊണ്ടുപോയത്. പിന്നെ ഞാൻ പൊതിക്കുന്ന ഇങ്ങനെ വളർന്ന് ഈ സൈസിലായതാണ്. പിന്നെ കുഞ്ഞു ബേബി വന്നപ്പോഴെന്നെ എങ്ങനെയോ ബിഗ് ബ്രദറായത്. എത്ര ഉണ്ടായിരുന്നു കുഞ്ഞു ബേബി കയ്യിൽ? അത്ര ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ മേടിച്ചത്? എന്താ പറഞ്ഞത് എന്നോട്? എന്നിട്ട് അതാ പറഞ്ഞത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റൂം. ഞാനിപ്പോൾ കുറച്ച് നേരം വന്ന് ഞാനും അമ്മയും ആദ്യക്കൂട്ടനും കൂടെ ഉറങ്ങിയിരുന്നു. ആദ്യക്കൂട്ടനും അവിടെ കിടന്നു നോക്കുകയാണ്. അപ്പോൾ ആരും സുത്തേട്ടനും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ കുഞ്ഞു ബേബീനെ കൊടുത്തിട്ടുണ്ട്. ആരും തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. അശേചിനെ കൊടുത്തിട്ടില്ല. അശേചിനെ ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും കൊണ്ടുണ്ടാവുള്ളൂ. കുഞ്ഞു ബേബീനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുന്നു. ഇതാദ്യമായിട്ട് നീറ്റപ്പയ്ക്ക് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ആദ്യമായിട്ട് കുഞ്ഞു ബേബി. ഞങ്ങളെ വക വെറ്റ് വൈപ്സിലൊക്കെ ഒന്ന് കുളി കഴിഞ്ഞു. ഇപ്പം ഇനി ബൂട്ടീസൊക്കെ ഇട്ടെടുത്തിട്ട് കിടത്താൻ വിചാരിച്ചു. ഞങ്ങൾ പിങ്കി പെണ്ണാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പിങ്ക് ഡ്രസ്സ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നിരുന്നൊരു റാപ്പറും ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഫുള്ള് പിങ്കാക്കി മാറ്റിയിട്ടുണ്ട്. ആരോട് നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ട് ഇടീന്ന് വിളിക്കരുത്. ആദ്യമായിട്ട് കളിപ്പിക്കല്ലോ അടിക്കും. നമ്മുടെ കുഞ്ഞു ബേബി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ബേബി ശുണ്ടരിയായി പറ. ശുണ്ടരി പെണ്ണും ചേട്ടനും ആദ്യേട്ടനെ മടിയിക്കുന്ന വെച്ചേ. കാല് നീട്ടിയിരിക്കുന്നുണ്ട്. മൊത്തം വയ്ക്കാനായിട്ടില്ല. കുഞ്ഞു ബേബി ഇന്ന് വന്ന ബേബിയല്ലേ, 1 മാസം കഴിയട്ടെ. കൈ കൊണ്ട് പിടിച്ചു കൊടുത്ത് നീയേ
ആദൂസ് നല്ല ഉറക്കാട്ടോ. ആദൂസ് BCG ഒക്കെ വെച്ച് വന്നു. കുട്ടോ BCG ഒക്കെ വെച്ച് വന്നിട്ട് ഉറങ്ങാണ്. ആദ്യക്കുട്ടനാണെങ്കിൽ ഗുഡ് ബോയ് ആയിട്ട് എഴുതുകയാണ്. എഴുതി കാണിച്ചു കൊടുക്കൂ, എഴുതിയിട്ട് കാണിച്ചു കൊടുക്കൂ. കേട്ടോ, ബുക്കൊക്കെ കൊടുന്ന് അത് എഴുതുകയാണ്. ആ ദിവസം ഇത് വേണ്ട ഒന്ന് പോയിട്ട് പാലൊക്കെ ഉണ്ടോ നോക്കി പക്ഷെ എവിടെ പാലൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ കുടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അത് ഇവിടുന്ന് ഒരു സാധനം വാങ്ങിയതാണേ. അത് വെച്ചിട്ട് ഇപ്പൊ ചേച്ചി വന്നു ഗായ്സ്. ഞങ്ങളൊരു ഉറക്കം കഴിഞ്ഞ് നീറ്റ് കേട്ടോ. കണ്ണൊക്കെ തുറന്നത് കിടക്കണം. ഇപ്പൊ പാല് കുടിക്കാൻ എങ്ങനെ പാല് കുടിക്കാനേ കുഞ്ഞു ബേബി അല്ലേ? പാല് കുടിച്ചാലേ വലിയ കുട്ടിയോ. ചൂടാറിയിട്ടില്ലല്ലോ പാല്. എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കും? വേദന, അസഹ്യമായ വേദന സഹിക്കാൻ പറ്റില്ല. ഇളക്കണ്ട ആടിക്കുട്ട. ഈ മേമയ്ക്ക് തന്നെയാണോ പണി? ഒരു സിറിഞ്ചും കൊണ്ട് വരിക, കുത്തി കയറ്റ്. മമ്മീനെ ഒന്ന് കണ്ടോളൂ. ഇതാണ് താങ്കളുടെ മമ്മി. അപ്പോൾ ഇതൊക്കെ നെക്സ്റ്റ് ഡേയിലെ ക്ലിപ്പുകളാണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ എനിക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അനുവിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആരതിയും തന്നെ രാത്രി കംപ്ലീറ്റ് ഉറക്കമൊഴിച്ചിട്ട് രാവിലെയൊക്കെ കിടക്കുക. പിന്നെ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഫാർമസിക്ക് അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു. അപ്പോൾ അധികം വീഡിയോസൊന്നും ഇല്ല. ഞാൻ ആ 2-3 ദിവസത്തത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എടുത്തതാണ്. ആദ്യക്കൂട്ടൻ അതുപോലെ ഏട്ടൻ്റെ കൂടെ രാത്രി അങ്ങോട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. പിന്നെ രാവിലെ വരും. രാവിലെ വന്നിട്ട് കുറേ നേരം ബേബീനെ കളിപ്പിക്കും. പിന്നെ അത് ആ ഡ്രസ്സൊക്കെ മടക്കാനും എന്തിനൊക്കെയോ സഹായിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഫുൾ ഡേ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ആരതി 3 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം എൻ്റെ മേമ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ കാണാൻ വരലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അധികം അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ എപ്പോഴോ ജസ്റ്റ് ഇങ്ങനെ ഫോൺ കൈ കിട്ടിയപ്പോൾ ഒന്നിങ്ങനെ കുറച്ച് ക്ലിപ്സോ കാര്യങ്ങളോ എന്തൊക്കെയോ എടുത്തതാണ്. പിന്നെ സെക്കൻഡ് ഡേ തന്നെ കത്തീറ്ററൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്നോട്ട് തന്നെ ബാത്റൂമിൽ പോകലും കുറച്ച് നടക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുറച്ചൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ അതാ നമ്മൾ ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണേ. അപ്പോൾ രണ്ടാളുടെയും ഡോക്ടേഴ്സൊക്കെ വന്നു പോയി കേട്ടോ. അശ്വേജീൻ്റെത് ഓൾറെഡി ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വേജീൻ്റെത് കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സിങ്ങൊക്കെ അയച്ചു, സ്റ്റിച്ചൊക്കെ ഉണക്കുന്നുണ്ട്, വയറിന് വേദന ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്തതിന് പറയാ, ബർത്ത് ഫോം ഫില്ലിയാണ്. കുഞ്ഞു ബേബിയാണെങ്കിൽ അവിടെ ഉറങ്ങുന്നുണ്ട്. പീഡിയാട്രീഷ്യൻ ഇപ്പോൾ വന്നു പോയുള്ളൂ കേട്ടോ. അപ്പോൾ മഞ്ഞ 13.3 ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ കാലിമിക്കും വയറിക്കൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചികിത്സിക്കാനൊന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നാളെയാണ് വരിക. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കവറേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ വൈകുന്നേരത്തേക്ക് ഡിസ്ചാർജ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോഴാണ് ചേച്ചി പറയാനുള്ളൊരു അതിക്ക് എത്താൻ തുടങ്ങിയത്. വോയിസ് ഓവർ ചെയ്യുന്നു. വീഡിയോ ആണോ? ഡെലിവറി വിശേഷങ്ങൾ ആയിക്കോട്ടെ. എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ബെറ്ററായി, വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി. നമ്മൾ ഹോസ്പിറ്റൽ സ്ലിപ്പ് ഇനി എടുക്കണുണ്ടാവില്ല കേട്ടോ. പറ്റുകയാണെങ്കിൽ എടുക്കാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തിയിട്ടുള്ളത് കാണാം. അപ്പോൾ അതാ നമ്മൾ സാധനങ്ങളൊക്കെ പാക്കിങ്ങൊക്കെ കേട്ടോ. അപ്പോഴേക്ക് ഡിസ്ചാർജൊക്കെ ആവാനായപ്പോഴേക്കും അച്ഛനും അമ്മയും ഓപ്പയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് വീട്ടിൽ നിന്ന്. അപ്പോൾ അച്ഛൻ സാധനങ്ങളൊക്കെ 2 കാറിലൊക്കെ ആയിട്ടാണ് വെച്ചത്. കാരണം നമ്മൾ കുറച്ച് ഓരോ ദിവസങ്ങൾ ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടേ നിറയെ സാധനങ്ങളായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ആ കുട്ടീനെയും ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇറങ്ങാൻ നേരമായപ്പോഴേക്കുള്ളൂ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും കോപ്പയൊക്കെ മറ്റേ കാറിൽ ആദ്യം പോയി. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങിയത്. പിന്നെ ആരതി അന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനും അപ്പോഴേക്കും സ്കൂട്ടിയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ 7 മണിയൊക്കെ ഇറങ്ങിയപ്പോഴേക്കും പിന്നെ താഴെ വരെ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കാറിലൊക്കെ കയറി വന്നിട്ട് നല്ല വേദനയായിരുന്നു. അപ്പോൾ അത് മെല്ലിയാണ് പോകുന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മൾ 7:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ വീട്ടിലെത്തി. നമ്മളിങ്ങനെ ഇറങ്ങാനൊന്നും എനിക്ക് തീരെ വൈക്കുണ്ടായിരുന്നില്ല. കാരണം കുറേ നേരം ഇങ്ങനെ അത്രയും മെല്ലിയാട്ടോ ഏട്ടൻ പോകുന്നത്. അപ്പോൾ അതാ അപ്പോഴേക്ക് ആരതി അനുവൊക്കെ ഇവിടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എന്തൊക്കെയോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം കൊണ്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ആരതി ഓടി വന്ന് അനു വന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി റെഡിയാക്കി. എന്തൊക്കെയോ കുറച്ച് സമയം കൊണ്ട് ബലൂണൊക്കെ വെച്ച് റൂമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യാറിക്കും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എന്താണ് ചെയ്തതെന്നുള്ള വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം കൂടെ നമ്മൾ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊണ്ടുവരണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇറങ്ങാൻ സമയപ്പോഴേക്ക് പെണ്ണ് കരച്ചിലും ഒക്കെ ആയിട്ട് ആകെ തിരക്കായിപ്പോയി. പിന്നെ നമ്മളവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വേഗം പോന്ന് കിട്ടി വീടെത്തിയാൽ മതി എന്നുള്ളതിലായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും നടന്നില്ല. എന്നാലും നമ്മൾ വന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അവിടെ കുട്ടിയൊക്കെ ഇറങ്ങി. എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആരുമേമ്മ കുട്ടീനെയൊക്കെ എടുത്ത് അമ്മയെ ഇറങ്ങി. ഞാൻ നടന്നു വരുന്ന വരവ് കാണുമ്പോൾ എനിക്ക് 2-3 ദിവസത്തെ വേദനയൊക്കെയാണ് ഓർമ്മ വരുന്നത്. കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ടേ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. സ്റ്റിച്ചിൻ്റെ വേദനയും ബാക്ക് പെയിൻ്റെ വേദനയും. അപ്പോൾ ആദിക്കുട്ടൻ തന്നെ കൈയൊക്കെ പിടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് ആദിക്കുട്ടൻ വീട്ടിലേക്ക് വന്നതിൻ്റെയും പിന്നെ കുഞ്ഞി ബേബി വന്നതിൻ്റെയൊക്കെ. എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ക്യാനിൽ ഊരിയിട്ട് ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ട് അപ്പോൾ ആ സ്റ്റിക്കറൊന്നും എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇനി വീട്ടിലെത്തിയിട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കേക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ മുകളിൽ എഴുത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഫോട്ടോ എടുക്കാനുള്ള ക്ഷമ ആദ്യക്കൂട്ടിനുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് കേക്ക് മുറിക്കാഞ്ഞിട്ട് ഇങ്ങനെ ധൃതിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു വീഡിയോ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.